നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഫെഡറലിസത്തെ ആസൂത്രിത നീക്കങ്ങളിലൂടെ പടിപടിയായി തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇത് വിപൽക്കരമായ കളിയാണ്. കിഫ്ബിയും KSSPL അടക്കം സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തടയുന്നതിൽ വിവേചനപരമായ നീക്കമാണ് കേന്ദ്രം നടത്തിയിട്ടുള്ളത്. ഭരണഘടനയുടെ 14-ാം അനുച്ഛേദത്തിൻ്റെ നഗ്നമായ ലംഘനമാണിത്. ധനക്കമ്മി കൈകാര്യം ചെയ്യുന്നതിനാകട്ടെ അതിലും വിചിത്രമായ വിവേചനവും ഇരട്ടത്താപ്പുമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കൽ പരിധി അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്രം സ്വന്തം കാര്യത്തിൽ അത് ചെയ്യുന്നില്ല. ധനക്കമ്മി നേരിടുന്നതിൽ പബ്ലിക് അക്കൗണ്ടിനെ അനിയന്ത്രിതമായി ഉപയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. എന്നാൽ ന്യായമായ നിരക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല. കേന്ദ്ര ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾക്ക് കേന്ദ്ര ബജറ്റിൽ നിന്ന് അനുഭാവപൂർണമായ നീക്കിവെക്കൽ നടത്തുമ്പോൾ തന്നെ സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾക്ക് ഈ ആനുകൂല്യം നൽകുന്നതിനെതിരെ സമ്മർദ്ദ നടപടികൾ അടിച്ചേൽപ്പിക്കുന്നു. കേന്ദ്രം അടിച്ചേൽപ്പിച്ച വായ്പാ നിയന്ത്രണങ്ങൾ വഴി 2016-17 മുതൽ ഇതുവരെ സംസ്ഥാനത്ത് അർഹതപ്പെട്ട വായ്പാ സമാഹരണത്തിൽ ആകെയുണ്ടായ നഷ്ടം 1,07,513 കോടി 9 ലക്ഷം രൂപയാണ്. 2022 ശേഷം കിഫ്ബിയുടെയും KSSPL കടമെടുപ്പ് സംസ്ഥാനത്തിന് അർഹമായ വായ്പകളിൽ നിന്ന് വെട്ടിക്കുറക്കപ്പെട്ടു. 2020-21 സാമ്പത്തിക വർഷത്തിൽ ഇതുവഴി അർഹമായ വായ്പാ സമാഹരണത്തിൽ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം 9,614 കോടി 30 ലക്ഷം രൂപയാണ്. 2021-22 ഈ നഷ്ടം 6,281 കോടി 4 ലക്ഷം രൂപയാണ്. സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇതുമൂലം മാത്രമാണ് ഉണ്ടായത്. എന്നാൽ സ്വന്തം ധനകാര്യ മാനേജ്മെൻറ്റിൽ ഒരു അളവുകോലുകളും കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുമില്ല. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണാവകാശം തകർക്കാനുള്ള കേന്ദ്ര നടപടികളുടെ നേരിട്ടുള്ള പ്രത്യാഘാതമാണ് ഇവയെല്ലാം. കേന്ദ്രം വായ്പാ പരിധി കുറച്ചതിനെ തുടർന്ന് വർഷങ്ങളായി കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക കൂടിക്കൂടി വരികയാണ്. കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 82,000 കോടി രൂപയുടെ 1000-ലേറെ പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലാണ്. കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്.